ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചസ് എന്ന ജാപ്പനീസ് ആനിമേ ടിവി സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെ ഒക്കെ കമന്റ്സ് കാണുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാനുള്ള മൈൻഡ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. മതി, നിർത്തടാ. എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം തന്നെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന ടാക്കമിച്ചിയുടെ ഫ്രണ്ട്സ്, ഏയ് ടാക്കമിച്ചി, നീ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവാണോ? റെസ്റ്റ് ഇൻ പീസ് ടാക്കമിച്ചി, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടൂലടാന്നും പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചി മൈക്കിയെ അടിക്കാൻ പോകുന്നു. എന്നാൽ മൈക്കി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുവാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പ തൊട്ടി പോയി വീഴുവാണ് ടാക്കമിച്ചി. ഹേയ് ടാക്കമിച്ചി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് മൈക്കി ചോദിക്കുന്നു. ടാക്കമിച്ചി അതിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് വന്ന ടാക്കമിച്ചി എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഡ്രാഗന്റെ കോളറിൽ പിടിക്കുന്നു. ഇത് കാണുന്ന ടാക്കമിച്ചിയുടെ ഫ്രണ്ട്സ് വന്ന് ടാക്കമിച്ചിയെ പിടിച്ചു മാറ്റുവാണ്. ഹേ ടാക്കമിച്ചി, ഞങ്ങൾ വേണോന്ന് വിചാരിച്ച് ചെയ്തതല്ല ഇതൊന്നും എന്ന് ഡ്രാഗൺ അവരോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കാരണം എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഇപ്പൊ ഇല്ലാണ്ടായി പോയി. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നായിട്ടിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ടാക്കമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഹേ ടാക്കമിച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ തലയിൽ ഏതോ ഒരു പട്ടിയുടെ കാട്ടമുണ്ട് എന്ന് മൈക്ക് പറയുവാണ്. ഇത് കാണുന്ന ടാക്കമിച്ചി, ഇതെങ്ങനെ എന്റെ തല വന്നേ? ഇതെന്താ നിങ്ങൾ നേരത്തെ പറയുന്നതെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്നു. നീയല്ലേ സീരിയസ് ആയിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നേ? അതിന്റെ ഇടയിൽ നിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഹേ കനി, ഇവൻ നമ്മളെ എടുത്തോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഓടിയാലോ എന്ന് പറഞ്ഞ് മൈക്കിയും ഡ്രാഗൺ അവിടെ നിന്നും ഓടുന്നു. ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നായോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് ടാക്കമിച്ചി. എന്തൊക്കെ വന്നാലും എന്റെ ഫ്രണ്ട്സ് എന്നെ വിട്ട് ഓടൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന ടാക്കമിച്ചി കാണുന്നത് കുളിക്കാതെ ഞങ്ങളുടെ അടുത്തോട്ടും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഫ്രണ്ട്സിനെ തന്നെയാണ്. അങ്ങനെ പിന്നീട് മൈക്കിയും ഡ്രാഗണും ടാക്കമിച്ചിയും ഒക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയധികം ചിരിച്ചിട്ടില്ല, വയറൊക്കെ വേദനയാവുന്നു എന്ന് മൈക്കി പറയുന്നു. ഞാൻ കുളിച്ചു എന്ന് ടാക്കമിച്ചിയും പറയുന്നു. ഞാൻ ശരിക്കും അന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നല്ലേ? ശരിക്കും എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്ന് ഡ്രാഗൺ പറയുവാണ്. ഹേയ് ഇല്ല കെനി, ഞാൻ പറഞ്ഞതിലും തെറ്റുണ്ട്. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ടാക്കമിച്ചിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ടാക്കമിച്ചി. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് മൈക്ക് പറയുവാണ്. ഞാൻ പോലീസിന്റെ കൂടെ പോകുന്നതാണ് നല്ലത് എന്ന് പാവ പറഞ്ഞത് മൈക്ക് ഓർക്കുന്നു. തന്റെ ഫ്രണ്ട് ജയിലിൽ പോയത് മൈക്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു സ്കീമിൽ നിൽക്കുവാണ് ഡ്രാഗൺ. എന്തായാലും ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുവാണ് ടാക്കമിച്ചി. പാവു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വലിയ പാർട്ടി തന്നെ നമുക്ക് വെക്കണം എന്ന് മൈക്ക് പറയുന്നു. ഡ്രാഗണും ഓക്കെ പറയുവാണ്. അങ്ങനെ മൈക്കിയും ഡ്രാഗണും ഞങ്ങളെയും കളിക്കാൻ കൂട്ടുമെന്ന് പറഞ്ഞ് ടാക്കമിച്ചിയുടെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോകുന്നു. ഹേ ടാക്കമിച്ചി, നീ സൂപ്പറാടാ. നീ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു. അതെ, ഞാൻ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്ന മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതെ, ഞാൻ ഡ്രാഗനെ രക്ഷിച്ചു. ഞാൻ ചെയ്തു നൗട്ടോ, ഞാൻ ഫ്യൂച്ചറിനെ മാറ്റി എന്ന് ടാക്കമിച്ചി സന്തോഷിക്കുന്നു. ഇതേ സമയം തന്നെ അങ്ങോട്ട് ഹീനയും ഹേമയും വരുവാണ്. ഏയ് മടിക്കാതെ പറ ഹീന എന്ന് പറയുവാണ് ഹേമ. ടാക്കമിച്ചി, ഓഗസ്റ്റ് 3-ാം തീയതി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ വരികയാണ് ഹീന. പെട്ടെന്ന് തന്നെ ഇവളുടെ കൂടെ ഫെസ്റ്റിവലിന് പോവോ നീ എന്നാണ് ഇവൾ ചോദിക്കാൻ വരുന്നത് എന്ന് ഹേമ പറയുന്നു. കുറച്ചു നേരം ആലോചിച്ചിട്ട് ടാക്കമിച്ചി അതിനെന്താ തീർച്ചയായിട്ടും വരാമെന്ന് ഹീനയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീനയ്ക്ക് സന്തോഷാവുന്നു. ഇതിനാണോ നീ ഇത്ര അധികം പേടിച്ചിരുന്നേ? ഞാൻ പറഞ്ഞില്ലേ ടാക്കമിച്ചിക്ക് നിന്നെ ഇഷ്ടാവൂന്ന് എന്ന് ഹേമ പറയുന്ന സമയത്താണ് ടാക്കമിച്ചിയും മൈക്കിയും ഒരുമിച്ച് കളിക്കുന്നത് ഹേമ കാണുന്നത്. ഓ, നിങ്ങൾ രണ്ടുപേരും ഒന്നായോ എന്ന് പറഞ്ഞ് ഹേമ അവരുടെ അടുത്തോട് ചെല്ലുന്നു. അതിന് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴാ അടിച്ചു പിരിഞ്ഞേ എന്ന് ചോദിക്കാണ് ഡ്രാഗൺ. അങ്ങനെ സമയം ഇപ്പൊ രാത്രി ആവാൻ പോവാണ്. എല്ലാവരും വളരെയധികം ജോളിയായിട്ട് തന്നെ അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി ആവുന്നു. ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഹേ നൗട്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തോട്ട് വന്ന് മിഷൻ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്ന് പറയാൻ വരുവാണ്. പക്ഷെ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, കുറച്ചു നേരം കൂടി ഹീനയുടെ കൂടെ ജോലിയായിട്ടിരിക്കട്ടെ എന്നിട്ട് വരാം എന്ന് ടാക്കമിച്ചി മനസ്സിൽ ചിന്തിക്കുന്നു. ഹേ ടാക്കമിച്ചി, പെട്ടെന്ന് തന്നെ വാ എന്ന് ഡ്രാഗൺ ടാക്കമിച്ചിയോട് പറയുന്നു. അവർ രണ്ടുപേരും പൊക്കോട്ടെ, കുറച്ചു നേരം അവർ സംസാരിക്കട്ടെ എന്ന് ഹീന ടാക്കമിച്ചിയോട് പറയുന്നു. ഹേ ഡ്രാഗൺ, എനിക്കത് വാങ്ങിത്താ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുവാണ് ഹേമ. ഡ്രാഗനെ വെറുതെ വിടല്ലേ, അവനെ കൊണ്ട് അത് വാങ്ങിപ്പിക്ക് എന്ന് പറഞ്ഞ് ഹീനയും ഇപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ ഇത്രയധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറിയേ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. ഹേമ ഡ്രാഗനെയാണ് ലവ് ചെയ്യുന്നത്. അവൾക്ക് നിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അന്ന് ഡ്രാഗനെ ഒന്ന് ജലസാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നിന്റെ കൂടെ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ട സമയത്ത് ടാക്കമിച്ചി ആ സീൻ ആലോചിക്കുവാണ്.
നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ടാക്കമിച്ചി എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ഹീന. ഹേയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ടാക്കമിച്ചി അവളെ സമാധാനിപ്പിക്കുന്നു. നമുക്കത് കളിച്ചാലോ എന്ന് പറഞ്ഞ് ഹീന ടാക്കമിച്ചിയോട് ചോദിക്കുന്നു. അതിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ക്ഷമിക്കാം എന്ന് ഹീന പറയുവാണ്. അതിലെങ്ങനെങ്കിലും ജയിച്ചേ പറ്റൂടാന്നും പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചി ആ ഷൂട്ടിംഗ് ഗെയിമിൽ പങ്കെടുക്കുന്നു. ടാക്കമിച്ചിക്ക് കറക്റ്റ് ആയിട്ട് എന്നെ എയിം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം കൃത്യസ്ഥലത്ത് എന്നെ കൊള്ളിക്കുകയാണ്. പക്ഷെ അയാൾ പറയുന്നു അത് താഴെ വീണാൽ മാത്രമേ മത്സരത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന ടാക്കമിച്ചി ആകെ ഇല്ലാണ്ടാവുകയാണ്. കള്ളത്തെണ്ടികൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ മഴ പെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും കണ്ട വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടാക്കമിച്ചി ഹീനയും അവിടെ നിന്ന് ഓടിപ്പോയി ഒരു മരത്തിന്റെ കീഴിൽ വന്ന് നിൽക്കുന്നു. അവരുടെ അടുത്ത് ആരും തന്നെയില്ല. രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ നനഞ്ഞിട്ടുണ്ട്. മഴയത്ത് ഓടി വന്നത് കൊണ്ട് തന്നെ ഹീനയുടെ കാലിൽ ചെറുതായിട്ടൊരു മുറിവായിട്ടുണ്ട്. അത് നോക്കാമെന്ന് വിചാരിച്ച് ടാക്കമിച്ചി ഒന്ന് കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ കഴി തന്നെ ടാക്കമിച്ചി ഹീനയുടെ മേലോട്ട് വീഴുന്നു. രണ്ടുപേരും വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. ഓ എന്നോട് ശ്രമിക്ക് എന്ന് പറഞ്ഞ് ടാക്കമിച്ചി പോവാൻ നിൽക്കുന്ന സമയത്ത് ഹീന അതിനെ സമ്മതിക്കുന്നില്ല. അത് കുഴപ്പമില്ല, നീ എന്റെ അടുത്ത് തന്നെ നിൽക്ക് എന്ന് ഹീന പറയുന്നു. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നീ ആ പ്രൈസിൽ വിജയിക്കണമെന്ന് വിചാരിച്ച് ഒരുപാടധികം കഷ്ടപ്പെട്ടു. അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുന്ന ടാക്കമിച്ചി അങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം യെസ് ആണോ? ഇതാണോ ആ സമയം? ഞാനിപ്പോ അവളെ കിസ് ചെയ്യണോ? ഇതേ സമയം ഹീനയും കണ്ണടക്കുവാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചിയും കണ്ണടച്ച് അവളെ ഇപ്പൊ കിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ ടാക്കമിച്ചി നിന്റെ ഫോൺ അടിക്കുന്നുണ്ട് എന്ന് ഹീന പറയുന്നു. ആരടാ ഇങ്ങനെ ഒരു സമയത്ത് ഫോൺ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ടാക്കമിച്ചി ടെൻഷൻ ആവുന്നു. ഫോൺ വിളിച്ചത് വേറെ ആരുമല്ല, അവന്റെ ഫ്രണ്ട് ആയിരുന്നു. ഹേയ് ടാക്കമിച്ചി എന്തൊക്കെയുണ്ട്? പുറത്ത് നല്ല മഴയാണല്ലേ? എടാ മഹാഭാവി, നിനക്ക് കുശല അന്വേഷിക്കാൻ വേറെ സമയമൊന്നും കിട്ടിയില്ലടാ. ഇതെന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നടാ പന്നി. ടേണിംഗ് പോയിന്റാ? അങ്ങനെയാണെങ്കിൽ മൈക്കിയുടെയും ഡ്രാഗന്റെയും കൂടെയാണോ നീ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുന്നു. അല്ല, ഡ്രാഗൺ എന്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പഴാ അവനിൽ നിന്ന് പിരിഞ്ഞു വന്നേ. ഞാനിപ്പോ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഡ്രാഗനോട് വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കാൻ പറ. ഇന്ന് രാത്രി ആരൊക്കെയോ അവനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മൈക്കിയും ഡ്രാഗണും ഒന്നായില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. മൈക്കിയും ഡ്രാഗണും ഒന്നായാലും പാവു ജയിലിലേക്ക് പോവാൻ കാരണമായത് ഡ്രാഗൺ ആണ്. അതുകൊണ്ട് തന്നെ ടോമയിലിരിക്കുന്ന ചില ആളുകൾക്ക് ഡ്രാഗനോട് ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഡ്രാഗനോട് ഇപ്പൊ സൂക്ഷിച്ചിരിക്കാൻ പറ. ഫോൺ കട്ട് ചെയ്ത ടാക്കമിച്ചി ഹീനയോട് ഹീന ഞാൻ ഇപ്പൊ വരാം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് ഹീനയും പറയുന്നു. ടാക്കമിച്ചി അവിടെ നിന്ന് ഓടുകയാണ്. പനി വരാതെ നോക്ക് എന്ന് ഹീനയും പറയുന്നു. ഹേയ് ഡ്രാഗൺ നീ എവിടാ എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചി അവിടെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടായിരുന്നു. മൈക്കും ഡ്രാഗണും ഒന്നായിട്ടിരുന്നാൽ പോലും ഒരുപാട് പേർക്ക് ഡ്രാഗനോട് ദേഷ്യം ഉണ്ടാവും എന്ന കാര്യം ഞാൻ മറന്നുപോയി. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഡ്രാഗൺ മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആരോ ഡ്രാഗനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടാക്കമിച്ചി ആ കാഴ്ച കാണുന്നത്. മോബിയസിന്റെ ആളുകളുടെ കൂടെ തന്നെ ടോമയുടെ ആളുകളും നിൽക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് തീർത്തു കളഞ്ഞേക്ക് എന്ന് മോബിയസ് ആളുകൾ പറയുന്നു. അവൻ കാരണം എനിക്കൊരു മര്യാദ ഇല്ലാതെ പോയി. ആ ഡ്രാഗനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊരാൾ പറയുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി പുറത്തോട്ടെടുക്കുന്നു. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, കിയോമസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡ്രാഗനെ കൊല്ലാൻ നോക്കുന്നത് കിയോമസ് ആണോ എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ടാക്കമിച്ചി അവിടെ ഒളിഞ്ഞിരുന്ന് കാണുന്നതെല്ലാം തന്നെ കിയോമസിന്റെ ടീമിലുണ്ടായിരുന്നിടത്തും കാണുന്നു. ടാക്കമിച്ചിയെ പിടിച്ച് അവരുടെ മുമ്പിലോട്ടിട്ട് ഞാൻ ആരെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്ക് എന്ന് പറയുന്നു. ടാക്കമിച്ചിയുടെ തല പൊക്കി നോക്കുവാണ് കിയോമസ. ഓ ഇതാര്, എന്റെ പഴയ അടിമയോ? നീ എന്തിനാ ഡ്രാഗനെ കൊല്ലാൻ നോക്കുന്നേ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. അതൊന്നും നീ അറിയണ്ട, എനിക്കൊരു ഗ്ലാസ് കോഫി വാങ്ങിയിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ടാക്കമിച്ചിയുടെ മുകളിലേക്കിട്ട് അടിക്കുന്നു. നിലത്ത് വീണ ടാക്കമിച്ചി ഓ സോറി എന്നോട് ക്ഷമിക്ക്. അല്ല ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് എന്ന് ടാക്കമിച്ചി പെട്ടെന്ന് ചിന്തിക്കുന്നു. അടിമയായിരിക്കുന്ന ആളുകളൊന്നും ഡ്രാഗനെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ടാക്കമിച്ചിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടി ചേർന്ന്. അതെ ഞാനൊരു മണ്ടനാണ്, ഞാൻ വളരെയധികം വീക്കാണ്, ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഇത്ര നാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ മൈക്കും ഡ്രാഗണും കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തത്. എന്നാൽ ശരിക്കും ഞാനൊരു വീക്ക് ആയിട്ടുള്ള ആളാണ് എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ടാക്കമിച്ചിയെ സെല്ലോടോപ്പ് വെച്ച് കെട്ടിയിട്ട് ഡ്രാഗൺ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നീ എന്റെ അടിമയാവും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കിയോമസ് അവിടെ നിന്നും പോകുന്നു. ടാക്കമിച്ചിയുടെ കൈയും കാലും വായെല്ലാം തന്നെ സെല്ലോടോപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും ടാക്കമിച്ചിയെ കൊണ്ട് പറ്റുന്നില്ല. നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടാക്കമിച്ചിയുടെ ചെവിയിൽ ഹേയ് ടാക്കമിച്ചി എന്നൊരു ശബ്ദം കേൾക്കുന്നു. അത് ഹീനയായിരുന്നു. ടാക്കമിച്ചി ആരും നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞ് അവൾ ആ കെട്ടൊക്കെ അയച്ചു കൊടുക്കുന്നു. എന്നോട് ക്ഷമിക്കുക ഹീന, നിന്നെ അവിടെ തനിയാക്കി വന്നതിന് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ഹീന ചോദിക്കുന്നു. എന്നെ കൊണ്ട് ഒന്നും തന്നെ മാറ്റാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ മൈക്കിയുടെയും ഡ്രാഗന്റെയും ഒക്കെ അത്ര സ്ട്രോങ് ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ അടിച്ചിട്ടാണ്.
ഞാനൊരു ഫെയിലിയർ ആണ്. ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും എന്നെ കൊണ്ട് ഒന്നും തന്നെ മാറ്റാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അടി വാങ്ങി കിടക്കുന്നത് എനിക്കൊരിക്കലും കാണാൻ പറ്റുന്നില്ല ഹീന. ഞാനൊരു ഫെയിലിയർ ആണ്. എന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ടാക്കിമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീന അവനെ കിസ് ചെയ്യുന്നു. ഇതെന്തിനാ ഹീന? നിനക്ക് കരയാൻ തോന്നിയ കരയും. നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നീ അതിന് പോരാടും. നീ മൈക്കോ ഡ്രാഗണോ അല്ല, നീയാണ് ടാക്കമിച്ചി. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യ്. എനിക്കറിയാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സൺ അത് നീയാണ് ടാക്കമിച്ചി എന്ന് ഹീന പറയുന്നു. നമ്മുടെയൊക്കെ ലൈഫിലും ഇങ്ങനെ ഒരാൾ വേണം. തോറ്റുപോയി തോന്നുമ്പോ ചേർത്ത് പിടിച്ച് മോട്ടിവേറ്റ് ചെയ്യാനും എപ്പോഴും കൂടെ ഉണ്ടെന്ന് വാക്ക് തരാൻ ഒരാൾ. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ യു ആർ ദി ലക്കി വൺസ്. ഇതൊക്കെ കേൾക്കുന്ന ടാക്കമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടധികം നന്ദിയുണ്ട് ഹീനട്ട. നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് കരയരുത്. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അത് മഴവെള്ളമാണ് എന്ന് ടാക്കമിച്ചി പറയുന്നു. ഓക്കെ, എനിക്ക് പോവാനുള്ള സമയമായി ഹീനട്ട. ഞാനിത് ചെയ്തേ പറ്റൂ. സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് ഹീനട്ടയും പറയുന്നു. ഈ പ്രാവശ്യം ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ആ കിയോമസ അവനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ടാക്കമിച്ചി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടോമയുടെ സെക്കൻഡ് കമാൻഡർ ആയിട്ടുള്ള ടാക്കേഷി അങ്ങോട്ട് വരുന്നത്. ടാക്കമിച്ചിയെ കണ്ടറിനെ തന്നെ ഹേയ് ടാക്കമിച്ചി എന്ന് വിളിക്കുന്നു. ടാക്കമിച്ചി അവനോട് ഡ്രാഗൺ ആപത്തിലാണെന്ന് പറയുന്നു. അതെനിക്ക് അറിയാമെന്ന് അവനും പറയുന്നു. അത് ആരാണെന്നും എനിക്കറിയാം. പാവോയുടെ ഫ്രണ്ട് കിയോമസ ആണ് അത് എന്ന് ടാക്കമിച്ചിയും പറയുന്നു. ഓ, അതൊക്കെ പോട്ടെ. ഫസ്റ്റ് കമാൻഡർ പോലും പറ്റാത്ത കാര്യം എങ്ങനെ നീ ചെയ്തേ? നീ എങ്ങനെ ഡ്രാഗണെയും മൈക്കിയെയും ഒന്നിപ്പിച്ചേ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ടാക്കമിച്ചി അതിപ്പോ എങ്ങനെ പറഞ്ഞുതരാ? എന്റെ തല അതിനൊരു കാരണമാണ് എന്ന് പറഞ്ഞ് അവൻ ആലോചിക്കുവാണ്. എന്തായാലും നിനക്ക് ഒരുപാടധികം നന്ദിയുണ്ട് ടാക്കമിച്ചി. അല്ലെങ്കിൽ ടോമോ ഇപ്പൊ രണ്ടായിട്ട് പിരിഞ്ഞേനെ. ഇതേ സമയമാണ് അവിടെ ഇരിക്കുന്ന ഒരു ബൈക്ക് അവര് കാണുന്നത്. അതെ, അത് പാവോയുടെ ഫ്രണ്ടിന്റെ ബൈക്കാണ്. എനിക്ക് നല്ല പോലെ അറിയാം. അവനായിരിക്കും ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. പാവിനെ അവിടെ തന്നെ വിട്ടിട്ട് വന്നത് ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് പാവുന്റെ ഫ്രണ്ട് ഇപ്പോ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പാവുന്റെ ഫ്രണ്ട് ഇപ്പോ ഡ്രാഗന്റെ പുറകിൽ വന്ന് നിൽക്കുവാണ്. ഡ്രാഗനെ ഇപ്പോ കൊല്ലോടാന്നും പറഞ്ഞ് അവൻ നോക്കി നിൽക്കുവാണ്. ഇത് കാണുന്ന ഡ്രാഗൺ നീ എന്താ മഴ നനഞ്ഞ അവിടെ തന്നെ നിൽക്കുന്നേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. സോ ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. മറ്റു ഗാങ്ങിലെ ആളുകളാണ് ഡ്രാഗന്റെ മുമ്പിലോട്ട് ഇതുപോലെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡ്രാഗൺ ഫൈറ്റ് ചെയ്യും. എന്നാ ഇത് ഗാങ്ങിനകത്ത് നടക്കുന്ന പ്രശ്നമാണ്. ഡ്രാഗൺ അറിയില്ല അവൻ ഡ്രാഗനെ കൊല്ലാൻ വന്നതെന്നുള്ള കാര്യം. ഡ്രാഗന്റെ കൂടെ ഡ്രാഗൺ മാത്രമല്ല ഹേമയും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ ഹേമയും കൂടി ചേർത്ത് ഡ്രാഗൺ പ്രൊട്ടക്ട് ചെയ്യണം. ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി കിയോമസയും ടീമും അപ്പുറത്ത് വേറെയും വരുന്നുണ്ട്. സോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് ആയിട്ട് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.